നേരെ നമുക്ക് പന്തളം രാജപ്രതിനിധിയുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. നാരായണ വർമ്മ അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നു. അരുൺജിക്ക് വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തെ അറിയാവുന്നതാണ്, പറയും. വ്യക്തിപരമായി അപ്പുറത്തേക്ക് ശബരിമലയെ സംബന്ധിച്ചോളം, ശബരിമലയിലെ 2018 പ്രക്ഷോഭം സംബന്ധിച്ചോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേരാണ്. ശബരിമലയെ ആസൂത്രിതമായി തകർക്കാൻ ശ്രമിച്ചപ്പോൾ പന്തളം കൊട്ടാരത്തിൻ്റെ ആ ഒരു സമരം, അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളുടെ സമരം, സംഘപരിവാർ സമരങ്ങളുടെ സമരം, ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലേക്ക് സർക്കാർ നിലപാട് തിരുത്താൻ അല്ലെങ്കിൽ ഈ ഒരു വലിയ സമരത്തിന് തുടക്കമിട്ട ഒരാൾ കൂടിയാണ്. ശക്തമായ നിലപാടുള്ള മനുഷ്യനാണ്. കാരണം പന്തളം കൊട്ടാരം പറയുന്ന ഓരോ വാക്കും ശബരിമല വിഷയത്തിൽ നിർണായകമാണ്. കാരണം ഇത്രയും അവൈധ്യമായ ബന്ധം മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയില്ല. അതിനാൽ തന്നെ അത് യുവതീ പ്രവേശന സമയത്താണെങ്കിലും സ്വർണ്ണ കവർച്ച വിഷയങ്ങളിലൊക്കെ ആണെങ്കിലും അതിശക്തമായ നിലപാടെടുത്ത ആ വ്യക്തി ഇത്തവണ തിരുവാഭരണത്തിനൊപ്പം എത്തുന്നു. രാജപ്രതിനിധിയാണ്. അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായി ഈ ഘോഷയാത്രയെ അനുഗമിക്കാൻ കഴിയുന്നത് പൂർവജന്മ സുഹൃതമാണ് എന്നാണ് നാരായണ വർമ്മ. ഏറ്റവും വലിയൊരു പുണ്യമാണ്. കഴിഞ്ഞ സംഗമത്തിൽ, പന്തളത്ത് നടന്ന സംഗമത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. 10, 15, 20 മിനിറ്റേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഇടറുന്ന കണ്ടത്തോടെയാണ് അദ്ദേഹം ആ സമ്മേളനത്തെ അഭിസംബോധന. കാരണം ഉള്ളിലുള്ള വേദനകളൊക്കെ തന്നെയും ആ വാക്കുകളിൽ നിറയുന്നതായിരുന്നു. ശരിക്കും വന്നിരുന്നവരുടെയൊക്കെ തന്നെ കണ്ണു നിറയ്ക്കുന്ന രീതിയിലേക്ക് അത് ഉള്ളിൽ നിന്നുള്ള ആ വാക്കുകൾ എന്താണോ ശബരിമലയെ തകർക്കാൻ നോക്കിയ അവർക്കൊരു മറുപടി കൂടിയായിരുന്നു ആ വാക്കുകളൊക്കെയും. ആ ആള് തന്നെയാണ് രാജപ്രതിനിധിയായി ശബരിമല സന്നിധാനത്തേക്ക് തിരുവാഭരണ വിഭൂഷിതനായ പൊന്നു തമ്പുരാനെ കാണാനായി എത്തുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഈ തിരുവാഭരണ പേടകത്തെ അനുഗമിക്കുന്നത് ഇത്തവണ രാജപ്രതിനിധിയായി എത്തുന്നത് നാരായണ വർമ്മയാണ്. അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളിലൊന്നായ അയ്യപ്പ വിശ്വാസികളുടെ സംഘടനകളിലൊന്നായ അയ്യപ്പ സേവാ സമാജത്തിന്റെ അധ്യക്ഷൻ കൂടിയാണ്. ആ നിലയിൽ കൂടി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. എന്താണ് ജനം ടി വി സംഘത്തോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നോ? അതിന്റെ അവസാന ദിവസത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ആചാര നിബിഡമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി ഭക്ത സഹസ്രങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് തിരുവാഭരണ ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ഇലവുങ്കൽ പിന്നിട്ട് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പന്തളം രാജപ്രതിനിധിയായിട്ട് ഇക്കുറി തിരുവാഭരണ ഘോഷയാത്രയെ നയിക്കുന്നത് പുണർദന്നാൾ നാരായണ വർമ്മയാണ്. നാരായണ വർമ്മ തമ്പുരാൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഘോഷയാത്രയ്ക്കൊപ്പം ചേരുകയാണ്. തമ്പുരാനെ, സ്വാമി ശരണം. അവസാന ദിവസത്തെ യാത്രയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള യാത്ര? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് പോയി. എല്ലാ കാര്യങ്ങളും ഭംഗിയായി മുന്നോട്ട് പോകുന്നു. തിരുവാഭരണവും രാജപ്രതിനിധിയെല്ലാം ഭക്തജനങ്ങളും ഒരു കഷ്ടപ്പാടുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ജനം എല്ലാം തന്നെ ഭക്തർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങളെല്ലാം ജനം കാണുന്നുമുണ്ട്. സ്വാമി ശരണം. വലിയ ഭക്തജനത്തിലേക്ക് എല്ലാ പോയിന്റുകളിലും കടന്നു പോകുന്ന പാതകളിലും ഒക്കെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഭക്തജനങ്ങൾ വളരെ ഭക്തിയാദരപൂർവ്വം തന്നെ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ എന്താണ്? വലിയ സന്തോഷം. കാരണം ഭഗവാൻ അയ്യപ്പ സ്വാമിക്ക് അച്ഛൻ ആഭരണവുമായി പോകുന്നത് എല്ലാ ഭക്തജനങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയും ഭക്തിനിർഭരവുമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം തന്നെ എനിക്ക് ഈ യാത്രയിൽ അനുഭവപ്പെടുകയും ചെയ്തു. സ്വാമി ശരണം. അപ്പം അങ്ങക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു നിയോഗത്തെ, ഇക്കുറി അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായിട്ട് ശബരിമലയിൽ എത്തുവാൻ ലഭിച്ചിട്ടുള്ള ആ ഒരു നിയോഗത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ശരിക്കും ഒരു മുജ്ജന്മ സുഹൃതം, ഭഗവാന്റെ അനുഗ്രഹം, അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ചെയ്തതും നമ്മുടെ പൂർവികർ ചെയ്തതുമായ ആ സുഹൃതങ്ങളുടെ ഫലമാണ് ഇന്നെനിക്ക് ഞാൻ ഈ രാജപ്രതിനിധിയായിട്ട് പോകുവാനുള്ള അവസരം ലഭിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വളരെ നന്ദി നമ്പുരാൻ. എന്തായാലും സ്വാമി ശരണം. അദ്ദേഹം ആ ഒരു മുജ്ജന്മ സുഹൃതമായി തന്നെ തനിക്ക് ലഭിച്ചിട്ടുള്ള ആ നിയോഗത്തെ നോക്കിക്കാണുകയാണ്. ഒപ്പം ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കും ശബരിമലയുടെ മറ്റ് ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമൊക്കെ ലഭിക്കുന്ന ഭക്തജന പിന്തുണയും അവരുടെയൊക്കെ ഒരു സാന്നിധ്യവും ഒക്കെ വലിയ സന്തോഷം പകരുന്നു എന്നുള്ളതാണ് നാരായണ വർമ്മ അദ്ദേഹം നമ്മളോട് ഇപ്പോൾ ജന ടി വിയോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.